ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പയറുപരിപ്പും ഉണക്കലരിയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു മിക്സഡ് പായസം റെസിപ്പിയുമായിട്ടാണ്. സാധാ നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പായസം അല്ലെങ്കിൽ പരിപ്പ് പായസം ഒക്കെയാണല്ലേ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പായസമാണ്. ഇതിൽ നമ്മൾ പരിപ്പ് വറുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 150 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് വേവിച്ച് എടുത്തു വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ഉണക്കലരിയാണ്. ഇതും ചെറുപയർ പരിപ്പ് ചെയ്തതുപോലെ തന്നെ കഴുകി കുക്കറിലിട്ട് വേവിച്ച് എടുത്തു വയ്ക്കുക. ഇത് രണ്ടും നമ്മൾ സാധാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 800 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. ഇത് കണ്ടോ, നല്ല ബ്ലാക്ക് കളറുള്ള ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം കേട്ടോ. ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അല്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ പായസത്തിൽ ഒഴിക്കുമ്പോൾ അത് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ പായസം ഉണ്ടാക്കുന്ന ഉരുളിയിലാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പരിപ്പ്, അതായത് ചെറുപയർ പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉണക്കലരി വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 1ാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴല്ല യൂസ് ചെയ്യുന്നത്, ഏറ്റവും അവസാനമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ഇപ്പം പതുക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കാരണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഏലക്ക എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, കാരണം നമ്മൾ ശർക്കര ഉരുക്കി കഴിയുമ്പോൾ അതിനകത്ത് കരട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിച്ച് തന്നെ ഒഴിക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അതിന് ശർക്കരയുടെ കളറൊന്നും വന്നിട്ടില്ല, പക്ഷെ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു കളറൊക്കെ വന്നോളും. കളറില്ല എന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. കണ്ടോ, ഇപ്പം കളറൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കരുത്. ഇപ്പം തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, കാരണം അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇനി നമുക്കൊരല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പായസത്തിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. പായസം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക.
ഇതാ ഇപ്പോൾ ഏകദേശം ഒരു കളറൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് നെയ്യിൽ നിന്ന് കോരിയെടുക്കണം. ഞാൻ ഇവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതാ ഇതും ഇപ്പോൾ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കിസ്മസ് ഇട്ട് കൊടുക്കാം. അതും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കും പായസവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ, മറന്നു പോവല്ലേ. ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പം ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ആദ്യമേ താഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ചുക്ക് കട്ട പിടിച്ച് കിടക്കാതെ എടുക്കുക. പിന്നെ നമ്മളിത് ബാക്കി നെയ്യ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കാഷ്യൂവും കിസ്മിസൊക്കെ വറുത്തെടുത്ത നെയ്യില്ലേ, അതുകൂടെ ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ചുക്കൊക്കെ ഇപ്പം നമ്മൾ അടിയിൽ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂം കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പായസം കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരുപാടൊന്നും ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ കൊതി വരും അല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.